ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് സാധാരണയിൽ നിന്നും വിട്ട് ഉള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത്. അതായത് വാചകമോ പാചകമോ ഒന്നുമല്ല, ആ മേഖലയിൽ നിന്നൊക്കെ വിട്ടിട്ട് വ്യത്യസ്തമായി, അതായത് സാഹിത്യ മേഖലയിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. നിങ്ങളുമായിട്ട് മീൻസ് ഇപ്പോൾ എൻ്റെ കാലഘട്ടത്തിലുള്ളവർക്കും അതിനു മുമ്പത്തെ കാലഘട്ടത്തിലുള്ളവർക്കൊക്കെ വളരെ പരിചിതമായൊരു കവിയും കൃതിയും ആണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത് ഒരുപാട് പേര് ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് അറിയാം. പക്ഷേ പുതുതലമുറയ്ക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ആ കൂട്ടത്തിൽ മറ്റുള്ളവർക്കും ഇതിനെക്കുറിച്ച് അറിയാത്ത ആർക്കെങ്കിലുമൊക്കെ കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന്. വളരെ പരിമിതമായ എൻ്റെ അറിവ്, പ്രത്യേകിച്ച് മഹാകവി കുമാരനാശാരിയും മറ്റുമൊക്കെ അറിയണമെങ്കിൽ അത് മഹാസാഗരമാണ്. അതിൻ്റെ ഒരു കോണുപോലും എനിക്കറിയാൻ വയ്യ. എങ്കിലും എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. അതായത് മഹാകവി കുമാരനാശാൻ നമ്മളെ സ്നേഹമാണ് അഖിലസാരം മൊഴിയിലെന്ന് നമ്മെ ഓർമ്മിപ്പിച്ച ഒരു കവിയാണ് അദ്ദേഹം. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റും അത് കളയും നിങ്ങളെയും, അങ്ങനെ ഓർമ്മിപ്പിച്ചൊരു കവിയാണ്. മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയായ മഹത് വ്യക്തിത്വമാണ്, ഒരു കവിയാണ്. എല്ലാവരും മഹാകവി എന്ന് പറയുമ്പോൾ മഹാകാവ്യം എഴുതണമല്ലോ. കുമാരനാശാൻ മഹാകാവ്യം എഴുതാതെ അത്ര പ്രഗത്ഭമതിയായിരുന്നു. ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തിൻ്റെ രാജകുമാരനെന്ന് അദ്ദേഹത്തെ പറയാം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ഖണ്ഡകാവ്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറയാം. അതിൽ ഇന്ന് ഞാനിവിടെ പറയുന്ന കാര്യം കുമാരനാശാൻ്റെ കരുണ എന്ന ഖണ്ഡകാവ്യത്തിൽ കുറച്ച് കാര്യങ്ങളാണ്. അതായത് കുമാരനാശാൻ 1873 തിരുവനന്തപുരത്തെ കായിക്കര എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം, ആ കൊച്ചു ഗ്രാമത്തിൽ ശ്രീമാൻ നാരായണൻ്റെയും ശ്രീമാൻ നാരായണൻ്റെയും ശ്രീമതി കാളിയമ്മയുടെയും മകനായിട്ട് അദ്ദേഹം 1873 ജനിച്ചു. അതിനുശേഷമാണ് ഉള്ളൂരും വള്ളത്തോളും ജനിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരുവിധപ്പെട്ട സാഹിത്യ വിദ്യാർത്ഥികൾക്കൊക്കെയും ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ ഈ കവിത്രയത്തിൽ ആശാൻ തന്നെയാണ് ഒന്നാം സ്ഥാനത്തെന്ന് തോന്നിപ്പോകുന്നു. അതെ, മറ്റുള്ളവർ മോശമൊന്നല്ല, അവരൊക്കെ അഗ്രഗണ്യരാണ്. പക്ഷെങ്കിൽ അവരിൽ വെച്ച് കൂടുതൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ, ജനകീയനായ, ഒരുപാട് പേര് വായിച്ച വായനക്കാരുള്ള ഒരു കവിയായിരുന്നു, ഇപ്പോഴുമാണ് കുമാരനാശാൻ. അദ്ദേഹത്തിൻ്റെ ചണ്ഡാലഭിക്ഷുകി, നളിനി, ദുരവസ്ഥ, ലീല, ചിന്താവിഷ്ടയായ സീത, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യങ്ങളാണ്. കരുണ കൂട്ടത്തിൽ ഏറ്റവും പോപ്പുലാരിറ്റി കിട്ടിയ ഒരു കാവ്യം. ഇത് സിനിമയായിട്ടും നാടകമായിട്ടും കഥാപ്രസംഗമായിട്ടും ഒരു നൃത്താവിഷ്കാരമാണ്. പണ്ട് അമ്പലങ്ങളിലൊക്കെ സ്ഥിരമാണ്, ഇപ്പോൾ അധികം എങ്ങുമില്ല. ബാലയായിട്ടുമൊക്കെ ഒരുപാട് വേദികൾ അലങ്കരിച്ച ഒരു ഖണ്ഡകാവ്യമാണ് കരുണ. അതായത് കരുണയിൽ ഞാൻ ഈ പറഞ്ഞ കാവ്യങ്ങളിലെല്ലാം നായികമാർ
നായിക പ്രാധാന്യമുള്ള ഖണ്ഡകാവ്യങ്ങളാണ് എല്ലാം. അതിൽ ഏറ്റവും സുന്ദരിയായിട്ട് ആശാൻ വർണ്ണിച്ചിരിക്കുന്നത് വാസവദത്തയാണ്. ഇന്ന് ഞാൻ നോക്കൂ, വാസവദത്തയിലേക്ക്, കരുണയിലേക്ക് വാസവദത്തയുടെ ഇരിപ്പാണ് ആദ്യം. ആ ഇരിപ്പ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അവളെക്കുറിച്ച്. വാസവദത്ത ഒരു ഗണികയായിരുന്നു. ഉത്തരമധുരാപുരിയിലെ കേൾവി കേട്ട ഒരു ഗണികയായിരുന്നു. ഗണിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമല്ലോ. അവളുടെ സൗന്ദര്യം കൊണ്ടും അവിടെ കഴിവ് കൊണ്ടും പ്രാഗൽഭ്യം കൊണ്ടും ഒക്കെ പുരുഷന്മാരെ വശീകരിക്കാൻ വളരെയധികം സമർത്ഥയായിരുന്നു വാസവദത്ത. വാസവദത്തയുടെ ഇരിപ്പിനെക്കുറിച്ച് എനിക്ക് എൻ്റെ മനസ്സിൽ ഓർത്തു നിൽക്കുന്ന, ഞാൻ ഒരു 60 കൊല്ലത്തിന് മുമ്പാണ് വാസവദത്ത പഠിച്ചതും വായിച്ചതും അറിഞ്ഞതും. അതൊക്കെ വളരെ ചുരുങ്ങിയ അറിവുകളാണ് കേട്ടോ. ഒരുപാട് ആളുകൾ വളരെ വിശദമായിട്ട് സാഹിത്യകാരന്മാരൊക്കെ ഇത് വിശദീകരിച്ചിട്ടുണ്ടാവും. എൻ്റെ കുഞ്ഞറിവിൽ ഞാനതിൽ കുറച്ച് വരികൾ, 1-ാം ഭാഗത്തിലെ വാസവദത്തയുടെ ഇരിപ്പിനെക്കുറിച്ചാണെന്ന് നിങ്ങളോട് ചൊല്ലുന്നത്. പക്ഷേ അതിനു മുമ്പായിട്ട് അതിൻ്റെ ഇതിവൃത്തം, അതിലെ കഥ ചെറുതായിട്ട് ഞാൻ നിങ്ങളോടൊന്ന് പറയാം, എന്നിട്ട് കവിത ചൊല്ലാം. അതായത് ഉത്തരമധുരാപുരിയിൽ അതിസുന്ദരിയായ ഒരു വാരനാരി, ഒരു ഗണിക, പച്ച മലയാളത്തിൽ പറഞ്ഞ ബേശ്യസ് തരുണി ഉണ്ടായിരുന്നു. അവൾ ബുദ്ധഭിക്ഷുവായ ഉപഗുപ്തനോട് അവൾക്ക് അഗാധമായ പ്രണയമുണ്ടായി. ഇവൾ പലവട്ടം ഇവളുടെ തോഴിയെ, ഏറ്റവും അടുത്ത തോഴിയെ, ഉപഗുപ്തൻ്റെ അടുത്തേക്ക് തൻ്റെ പ്രണയാഭ്യർത്ഥനയുമായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞു സമയമായില്ലെന്നാണ് പറഞ്ഞ് അവളെ മടക്കി വിടും. പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ തോഴിയെ ഉപഗുപ്തൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. അങ്ങനെ ഇരിക്കെ അപ്പോഴൊക്കെ അദ്ദേഹം സമയമായില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാസവദത്തയുടെ അടുത്തേക്ക് ചെല്ലാൻ അദ്ദേഹത്തിന് സമയമായിട്ടില്ല. ക്രാന്തദർശിയായ കുമാരനാശാൻ വളരെ സമർത്ഥമായിട്ടാണ് ആ ഭാഗങ്ങളൊക്കെ നമ്മെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ 3-4 മാസം അങ്ങ് കഴിഞ്ഞു പോയി. വാസവദത്ത ഒരു തൊഴിലാളി നേതാവിനെ പ്രേമിച്ചു. ആ തൊഴിലാളി നേതാവ് ഇവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ അടുപ്പം അങ്ങനെ എല്ലാവർക്കും അറിയും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിദേശിയായ കച്ചവടക്കാരൻ ഇവളിൽ ആസക്തനായി വന്നു. അത്രയ്ക്ക് സുന്ദരിയാണ് ഇവള്. വന്നു. ഉപഗുപ്തനെ പിന്നെയും ഇടയ്ക്ക് ഇവൾ പറഞ്ഞു വിടുന്നുണ്ട് ഉപഗുപ്തൻ്റെ അടുത്തേക്ക് തോഴിയെ. ഒരുപക്ഷെ ഉപഗുപ്തനിലേക്ക് ഇവൾ ആകൃഷ്ടയാകാൻ കാരണം എനിക്ക് തോന്നുന്നത് അദ്ദേഹം അരോഗദൃഢഗാത്രനും സുന്ദരനുമായിരുന്നു. ആ സൗന്ദര്യവും ആ ശരീരത്തിൻ്റെ ആരോഗ്യവും ഒക്കെ ആയിരിക്കാം ഉപഗുപ്തനിലേക്ക് അവളുടെ കണ്ണുപോയത്. അദ്ദേഹം എപ്പോഴും കുറേ പ്രാവശ്യം തോഴിയെ പറഞ്ഞു വിട്ടപ്പോഴും ഇവിടെ അക്ഷോഭ്യയാകുന്നുണ്ട്. പറയുന്നുണ്ട്, എൻ്റെ കാൽക്കൽ ധനവാന്മാരായ സുന്ദരന്മാരായ ഒരുപാട് പേര് വന്ന് പൊതിയും സ്വർണ്ണദ്രവ്യങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ കാൽക്കൽ വന്ന് വീഴുന്നുണ്ട്. അവരോടൊന്നുമില്ലാത്ത ഒരു അഭിനിവേശം, ഒരു പരിശുദ്ധമായ പ്രണയമാണ് എനിക്ക് ഉപഗുപ്തനോടെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിശുദ്ധമായ പ്രണയമാണ് അദ്ദേഹത്തോട് അവൾക്ക് ഉള്ളതെന്ന്. ഏതായാലും ഈ തൊഴിലാളി നേതാവിനും ഈ കച്ചവടക്കാരൻ രണ്ടുപേരെയും ഒരുപോലെ ഇവൾ
പരസ്പരം അവരറിയാതെ അവരുമായിട്ട് അവൾ ജീവിച്ചു പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തൊഴിലാളി നേതാവിനും ഈ കച്ചവടക്കാരൻ്റെ ഇടയിൽ ചില ബുദ്ധിമുട്ടുകൾ അവൾക്ക് ഉണ്ടായി. അതായത് ഈ വിദേശിയായ കച്ചവടക്കാരൻ്റെ പ്രണയത്തിന് ഈ തൊഴിലാളി നേതാവ് ഒരു തടസ്സമായി തീർന്നു. അങ്ങനെ അവൾ ഈ വിദേശിയായ കച്ചവടക്കാരൻ പോലും അറിയാതെ, ഒരു മനുഷ്യരറിയാതെ വളരെ ഗോപ്യമായിട്ട് രഹസ്യമായിട്ട് ഈ തൊഴിലാളി നേതാവിനെ ഇവിടെ കുഴിച്ചു മൂടി. അവളുടെ വീട്ടിലെ പിറകിലുള്ള കുണ്ടിൽ തൊഴിലാളി നേതാവിനെ കുഴിച്ചു മൂടി. അതിനുശേഷം അവരങ്ങനെ അവരുടെ പ്രണയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരുമായിട്ട്? കച്ചവടക്കാരനുമായിട്ട്. തൊഴിലാളി നേതാവിനെ കാണാതായപ്പം ജനങ്ങളെല്ലാം ഇളകി, തൊഴിലാളികളെല്ലാം ഇളകി. അദ്ദേഹത്തിനെ അന്വേഷിച്ച് അവസാനം ഇവള് കൊന്ന് ഈ കുഴിച്ചു മൂടിയ കാര്യം അവർ മനസ്സിലാക്കിയെടുത്തു. ഇവൾ കുറ്റവാളിയാണെന്ന് കണ്ടെത്തി. അങ്ങനെ ആ ഗ്രാമത്തിലെ പ്രഗത്ഭമതിയായ ന്യായാധിപൻ, ഗ്രാമത്തിലെ ഒരു ന്യായാധിപൻ, അവിടുത്തെ കാര്യങ്ങളെല്ലാം തീർപ്പ് കൽപ്പിക്കുന്ന ന്യായാധിപൻ, അവളുടെ കരചരണ നാസികകളൊക്കെ അറുത്ത് ചുടുകാട്ടിൽ തള്ളാൻ ഉത്തരവിട്ടു. അങ്ങനെ വാസവദത്തെ കരചരണങ്ങളെല്ലാം അറുത്ത് അല്പപ്രാണയായി ചുടുകാട്ടിൽ തള്ളി. അപ്പോഴും അവളുടെ കൂടെ ആ വിശ്വസ്തയായ തോഴി ഉണ്ടായിരുന്നു. തീരെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് അവൾ കിടക്കുകയാണ്. ആ സമയത്ത് ഉപഗുപ്തൻ അവിടെ എത്തി. അദ്ദേഹത്തിന് വരാനുള്ള സമയം അതായിരുന്നു. ഇവൾ ദുർനടപ്പും ഇങ്ങനെ ആഡംബരവും ജീവിതവും ഭൗതിക ഭോഗങ്ങളിലൊക്കെ മുഴുകിയ അവളുടെ പോക്ക് ശരിയല്ല എന്ന് മനസ്സിലാക്കി. അവരൊക്കെ ദീർഘവീക്ഷണമുള്ളവരുടെ ബുദ്ധ ഭിക്ഷുക്കളൊക്കെ. അദ്ദേഹം ഇവൾ ഈ രീതിയിൽ എത്തിച്ചേരുമെന്നും അപ്പോഴവൾക്ക് എവിടെയോ അദ്ദേഹത്തിന് ഒരു ചെറിയ നന്മ, ഇവളോട് പ്രേമമൊന്നുമല്ല, തോന്നിയിരുന്നു. ഇവളിൽ എവിടെയോ ഒരു കുഞ്ഞു നന്മ. അതുകൊണ്ടാണ് അദ്ദേഹം ഇവൾ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോഴവിടെ എത്തി ഇവളോട് പറയുന്നുണ്ട്. ഇവൾ അദ്ദേഹത്തെ സംസാരിക്കാൻ വയ്യെങ്കിലും അദ്ദേഹത്തെ നോക്കി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറയുന്നുണ്ട്, എന്തിനാണിപ്പോൾ ഇവിടേക്ക് വന്നത്? ഞാൻ നല്ല സമയങ്ങളിലൊക്കെ അങ്ങേ ക്ഷണിച്ചിരുന്നല്ലോ. അന്നൊന്നും വരാതെ ഞാനിങ്ങനെ ഒരവസ്ഥയിൽ കിടക്കുമ്പോൾ അങ്ങ് എന്തിനാണ് എന്നെ കാണാൻ വന്നും ചോദിക്കുന്നുണ്ട്. ചോദിക്കുകയാണ് കണ്ണുകൊണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ തോഴിയും ഉപഗുപ്തനും മാത്രമേ ഉള്ളൂ. പറയുന്നുണ്ട്, നീ ഭൗതിക സുഖങ്ങളിൽ മുഴുകി, നിൻ്റെ സൗന്ദര്യത്തിൽ മുഴുകി, ഇങ്ങനെയുള്ള ദുർമാർഗങ്ങൾ സ്വീകരിച്ചപ്പോൾ നിനക്ക് സംഭവിക്കാൻ പോകുന്ന ഇതാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. അപ്പോൾ അതിൽ നിന്ന് നിനക്ക് മോക്ഷം അരുളി നിന്നെ നല്ല ഒരു മരണത്തിലേക്ക് വിടാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നീ സ്വീകരിച്ച മാർഗമോ നീ കണ്ട സൗന്ദര്യമോ ഒന്നുമല്ല. സൗന്ദര്യം അത് ആന്തരിക സൗന്ദര്യമാണ്. നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം പോലും ക്ഷണികമാണ്. നമ്മുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തൊരു 2 തുള്ളി ചൂടുവെള്ളം വീണാൽ കഴിഞ്ഞില്ലേ നമ്മുടെ സൗന്ദര്യം. അപ്പോൾ ക്ഷണികമായ നശ്വരമായ ഈ സൗന്ദര്യത്തിൽ മുഴുകി നീ ഇങ്ങനെ ദുർമാർഗങ്ങൾ സ്വീകരിച്ചപ്പോൾ അതൊന്നുമല്ല സൗന്ദര്യം. ബാഹ്യ സൗന്ദര്യമല്ല സൗന്ദര്യം,
നമ്മുടെ ആന്തരികമായൊരു സൗന്ദര്യമുണ്ട്, അതാണെന്ന് അവളോട് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ അവൾക്കത് ബോധ്യമായി. അവരുടെ രണ്ടുപേരുടെ തോഴിയുടെ ഉപഗുപ്തൻ്റെ സാന്നിധ്യത്തിൽ അവൾ നിർവ്വാണം പ്രാപിക്കുകയാണ്. ശരിക്കും അദ്ദേഹം നിർവ്വാണ മാർഗമാണ് അവൾക്ക് ഉപദേശിച്ചു കൊടുത്തത്. അവൾ മരണത്തിന് കീഴടങ്ങി. ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ നടക്കുന്നില്ലേ പലതും. അത് മുമ്പേ കൂട്ടി കുമാരനാശാൻ മനസ്സിലാക്കിയിരുന്നു. ഈ സൗന്ദര്യത്തിന് പിന്നാലെയൊക്കെ ഓടി നടക്കുന്ന ആൾക്കാർക്ക്, ദുഷിച്ച ദുർമാർഗത്തിൽ കൂടി ജീവിക്കുന്ന ആൾക്കാർക്ക് ഉള്ള ഒരു നേരത്തെ കൂട്ടിയുള്ള ഒരു ഉപദേശവും കൂടിയായിരുന്നു ഇത്. ഈ കരുണയിലൂടെ അദ്ദേഹം വരച്ചു കാട്ടിയത്. ഉപഗുപ്തൻ അവൾ മരണപ്പെട്ടതോടുകൂടി, അവൾ മോക്ഷം പ്രാപിച്ചതോടുകൂടി അദ്ദേഹം അവിടുന്ന് പോവുകയും ചെയ്തു. ഇപ്പോഴാണ് അദ്ദേഹത്തിന് വരാനുള്ള സമയമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇത്രയും നാൾ നീ ജീവിച്ചൊന്നും ജീവിതമല്ലായിരുന്നു എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട്, ഈ അവസാനമെങ്കിലും നിനക്ക് എവിടെയോ ഒരു ചെറിയ ഒരു നന്മ നിന്നിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ വന്ന് നിനക്ക് നല്ല മാർഗം പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ കഥ അവിടെ തീരുന്നത്. ഇനി വാസവദത്തയുടെ ഇരിപ്പിനെക്കുറിച്ച് ആ ആദ്യ ഭാഗം, ഒന്നാം ഭാഗത്തു നിന്ന് കുറച്ച് ഭാഗങ്ങൾ എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് ഞാൻ നിങ്ങളോട് എനിക്കാകുന്ന രീതിയിൽ ഒന്ന് ചൊല്ലാം. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് അത്രയ്ക്കൊന്നും ഗാനാത്മകതയൊന്നുമില്ല, പ്രായവും കവിഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഒന്ന് ചൊല്ലി നോക്കട്ടെ. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടേലേ വരികളൊക്കെ മാറിപ്പോകുന്നുണ്ടാവും, രീതികൾ മാറിപ്പോകുന്നുണ്ടാവും. അതിനിടെ ഞാൻ പറയാമല്ലോ, ഇത് വഞ്ചിപ്പാട്ടിൻ്റെ നാദോന്നത വൃത്തത്തിലാണ് കുമാരനാശാൻ ഈ ഖണ്ഡകാവ്യം രചിച്ചിരിക്കുന്നത്. ഇത് നാദോന്നത വൃത്തത്തിൽ പലരും ചൊല്ലുന്നുണ്ട്. അവനവൻ്റേതായ ഒരു രീതിയിൽ കുറച്ചും കൂടി ലാളിത്യത്തോടു കൂടി പലരും ഇത് ചൊല്ലാറുണ്ട്. എൻ്റേതായൊരു ചെറിയ ഈണത്തിൽ, എൻ്റെ സ്വന്തമായ ഈണമൊന്നും ഞാനിതിൽ കണ്ടുപിടിച്ചില്ല. എനിക്കറിയാവുന്ന പോലെ ഞാൻ കുറച്ച് വരികൾ നിങ്ങളെ ഇപ്പോൾ ചൊല്ലി കേൾപ്പിക്കാം. അത് കഴിഞ്ഞ് പിന്നെ കുറേശ്ശെയായി ഞാൻ കരുണ ചൊല്ലി നിങ്ങളെ ആസ്വദിപ്പിക്കാൻ പറ്റുമെന്ന എൻ്റെ ഒരു ചിന്ത. അത് കഴിഞ്ഞ് അങ്ങനെ ഓരോരോ കൃതികളും ഓരോ ഖണ്ഡകാവ്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഒന്നാം ഭാഗത്തിൽ വാസവദത്തയുടെ ഇരിപ്പിനെയാണ് വർണ്ണിക്കുന്നത്. അതായത് അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ചാക്യ ജിനദേവൻ ധർമ്മരശ്മി ചൊരിയുന്നാളിൽ ഉത്തര മധുരാപുരിക്കുത്തരോ ബാന്ധത്തിലുള്ള വിസ്തൃത രാജവീഥിതൻ കിഴക്കരികിൽ കാളിമകാളും നാഭസേ ഉമ്മ വയ്ക്കും വെൺമനോജ്ഞ മാളികയൊന്നിൻ്റെ തെക്കേ മലർമുറ്റത്തായി നാം തോന്നുന്നത്. വ്യാളിമുഖം വച്ചു തീർത്ത വളഞ്ഞ വാതിലാർന്നകത്താളിരുന്ന കാണും ചെറു മതിലിനുള്ളിലായി ചിന്നിയ പൂങ്കുലകളാം പട്ടുതൊങ്ങൽ ചൂഴുമൊരു പൊന്നശോകം വിടർത്തിയ കുടതൻ കീഴിൽ മസൃണാശിലാസനത്തിൽ ചരിഞ്ഞ പാർശ്വത്തിൽ പുഷ്പ വിശ്രുമരസുരഭിയാം ഉപധാനത്തിൽ മെല്ലയൊട്ടു ചാഞ്ഞു വക്കിൽ കസവുമിന്നും പൂവാട തെല്ലളകോ പരിയൊരു വശത്താക്കിയും കല്ലൊളി മിന്നുന്ന കർണ പൂരമാർന്നു വിടരാത്ത കല്ലൊളി മിന്നുന്ന, എനിക്കിടയ്ക്ക് തെറ്റി കേട്ടോ, കല്ലൊളി മിന്നുന്ന കർണ പൂരമാർന്നു വിടരാത്ത മുല്ലമാല മിന്നും കൂന്തൽ കരിവാർമുകിൽ ഒട്ടുകാണുമാറുമതിൻ ഇടയിൽ തൻ മൃഗമത പൊട്ടിയെന്ന മുഖചന്ദ്രൻ സ്ഫുരിക്കുമാറും ലോലമോഹനമായി
തങ്ക പങ്കജത്തെ വെല്ലും വലങ്കാലിടത്തു തുടക്കാമ്പിൽ കയറ്റി വച്ചും രാമച്ച വിശറി പനി നീരിൽ മുക്കി തോഴിയെ കൊണ്ടോമൽ കൈവള കിലുങ്ങേ ഒട്ടുവീച്ചും കഞ്ചബാണൻ തൻ്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലൊരു മഞ്ജുളാങ്കിയിരിക്കുന്നു മതിമോഹിനി. കഞ്ചബാണൻ തൻ്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലൊരു മഞ്ജുളാങ്കിയിരിക്കുന്നു മതിമോഹിനി. ഞാൻ ഇത്ര എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വരികളാണ്. ഇതിൽ തെറ്റുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ടീച്ചറത്തെ വർഷത്തിന് മുമ്പത്തെ ഓർമ്മയിൽ നിന്നും ചികഞ്ഞെടുത്ത ചില വരികളാണ് ഇവിടെ നിങ്ങളോട് വലിയ ഈണമൊന്നുമില്ലാതെ ചൊല്ലിക്കേൾപ്പിച്ചത്. ഇത് പുതിയ തലമുറയ്ക്ക് ഒന്ന് കേൾക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി, ഞാൻ കരുണയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, കുമാരനാശാനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, കുമാരനാശാനെക്കുറിച്ച് ഒരുപക്ഷെ അവരൊരുപാട് പാഠഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, കൃതികൾ. പക്ഷേ കരുണ വളരെ ഇപ്പോഴത്തെ കാലത്തൊന്നും അങ്ങനെ ഒന്നും അധികം പാഠപുസ്തകത്തിൽ ഞാൻ കാണുന്നില്ല. എനിക്കൊക്കെ പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അമ്മൂമ്മ ഇവരൊക്കെ ഇത് ചൊല്ലി നടക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര നല്ല കവിതയായിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് വാലൻറ്റൈൻസ് ഡേ ഒന്നും ഇല്ലല്ലോ. ഇതൊരു പ്രേമകാവ്യം കൂടെ ആണല്ലോ. ഇത് എല്ലാ ചെറുപ്പക്കാരും പ്രായമായവരും എല്ലാം ചുണ്ടിൽ മൂളിക്കൊണ്ട് നടന്ന ഒരു കാവ്യമാണ്, വരികളാണ് കരുണയിലേത്. അപ്പം നിങ്ങളെല്ലാവരും, ഞാൻ ഇത്രയും നേരം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളൊക്കെ അത് കേൾക്കണം. അതിലെ തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ എന്നോട് കമൻറ്റിലൂടെ ഇടണം. എനിക്കറിയാവുന്ന ചിലയിടത്തൊക്കെ എനിക്ക് നാവൊക്കെ പിഴച്ചിട്ടുണ്ട്, പല്ലൊക്കെ കുറേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എവിടേക്കൊക്കെയോ ശബ്ദങ്ങളൊക്കെ വളരെ സ്ട്രെസ് ചെയ്യേണ്ടാത്തതൊക്കെ അങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ വാസവദത്തയുടെ ഇരിപ്പിനെ വർണ്ണിച്ച കുറച്ച് ഭാഗമാണ് ഞാൻ നിങ്ങളോട്. ഈ കൂട്ടത്തിൽ അതും കൂടെ കുറച്ചൊന്ന് ചൊല്ലിയില്ലേ, അതിലൊരു ഔചിത്യക്കുറവല്ലേ. അതുകൊണ്ടാണ് ഞാൻ കരുണയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന കുറച്ച് വരികൾ പറഞ്ഞത്. എല്ലാവരും ഇത് കേട്ട് എനിക്ക് വേണ്ടത്ര പ്രോത്സാഹനമൊക്കെ തരണം. നിങ്ങളെല്ലാവരും ഇത് പഠിക്കണം, കേൾക്കണം, വായിക്കണം. ഇപ്പോഴീ കരുണ പുസ്തകം കിട്ടാനുണ്ട്, ലൈബ്രറികളിലൊക്കെ എടുക്കാനുണ്ട്. നിങ്ങളതെടുത്തൊന്ന് വായിക്കണം, അറിയണം കേട്ടോ. ഈ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ കിട്ടും നിങ്ങൾ പറയും. അതിലൊക്കെ ഒരുപാട് മാഹാത്മ്യമാണ് പുസ്തകം നേരിട്ട് വായിക്കുന്നത്. ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ പുസ്തക ശേഖരത്തിൽ സൂക്ഷിക്കണം കേട്ടോ. എല്ലാവരോടും ഞാൻ എൻ്റെ സ്നേഹം മാത്രം അറിയിക്കുന്നു. ഇതെല്ലാവരും ഇത്രയും നേരം എന്നെ തെറ്റുകുറ്റങ്ങൾ ശരികളും ഒക്കെ ഇതിലുണ്ട്. ഈ വരികളിൽ പലതും വായിച്ചെടുക്കാനുണ്ട്. ഇത്രയും നേരം എന്നെ സഹിച്ച പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെൻ്റെ നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സരസ്വതി ടീച്ചർ. 23 വർഷം മുമ്പ് ഞാൻ റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ എൻ്റെ ഓർമ്മ, എൻ്റെ പ്രായമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ ഇടയ്ക്കൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ ഇത് ചൊല്ലുന്നുണ്ടാകുണ്ട്, അതുപോലൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടീച്ചർ നന്ദി പറയുന്നു. നമസ്കാരം. എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ബായ്.